ഹിയർ ദിസ് ഇസ് മീ സെൽവകുമാർ ഐഡിയാസ് കെ പ്ലാറ്റൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പുതിയൊരു വാർത്തയെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പല സോഷ്യൽ മീഡിയകളിലൂടെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എലഫന്റ് അറ്റാക്ക് അല്ലെങ്കിൽ വന്യജീവികളിൽ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് പല സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ 10-12 ദിവസം ആ ഒരു സമയത്ത് തന്നെ 2 പേരാണ് വയനാട്ടിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഒരാൾ നെൽകർഷകനായിട്ടുള്ള അജീഷ് എന്നൊരു വ്യക്തി, അദ്ദേഹത്തെ ആന ഓടിച്ചിട്ട് വരികയും വീടിന്റെ ഗേറ്റ് തകർത്ത് ആന അറ്റാക്ക് ചെയ്ത് മരണപ്പെടുത്തുകയും ചെയ്തു. അപ്പം അത് ഒരു വാർത്തയും. പിന്നെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച പോൾ എന്ന് പറയുന്ന വനവകുപ്പ് വാച്ചർ, അദ്ദേഹം ആക്ച്വലി സാധാരണ പോകുന്ന വഴിയാണ്, വാച്ചർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, ഏതൊക്കെ വഴിയിൽ പോയി കഴിഞ്ഞെങ്കിലും. പക്ഷെ അതിൽ അറിയാതെ ആനയിൽ മുമ്പിൽ പെടുകയും ആന പോൾ എന്ന വ്യക്തിയെ ചവിട്ടുകയും തുടർന്ന് മരണപ്പെടുകയുമാണ് ചെയ്തത്. ആക്ച്വലി ഈ 2 മരണം മാത്രമല്ല, വയനാട്ടിൽ ഇതിനു മുമ്പും ഒരുപാട് മരണങ്ങൾ വന്യമൃഗങ്ങളാൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും പലതരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നതാണ്. അജീഷിന്റെ മരണത്തോടു കൂടിയാണ് ആക്ച്വലി ജനങ്ങൾ നേരിട്ട് സമരത്തിന് നേതൃത്വം നൽകുകയും തുടർന്ന് പല സമരങ്ങളും വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടു കാണും വാർത്തകളിൽ, പ്രത്യേകിച്ചും വയനാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജീപ്പ് തടഞ്ഞ് അതിൽ പശുവിനെ അറുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിനെ തുടർന്ന് കുറെ പേർ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങളായ കർഷകർ, മറ്റ് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറ്റ് ജനത എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വന്യജീവികളിൽ നിന്നുള്ള സംരക്ഷണം വേണം എന്നുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മാത്രമല്ല, പല സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിലുള്ള ആൾക്കാരും ഈ സമരത്തിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ച് പൊതുവെ 2 അഭിപ്രായമാണ് പൊതുവെ നിലനിൽക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹിയുമായിട്ടുള്ള കവികൾ, അത്തരത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായം. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരും പിന്നെ വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം. ഇത്തരത്തിൽ 2 ആൾക്കാരുടെ അഭിപ്രായമാണ് പൊതുവെ നിലനിൽക്കുന്നത്. ഇതിൽ ഒരു വിഭാഗമായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ അവന്റെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വനത്തെ കൂടുതൽ ചൂഷണം ചെയ്യുകയും പ്രത്യേകിച്ചും മരങ്ങൾ വെട്ടിയും പാറകൾ പൊട്ടിച്ചും മറ്റു തരത്തിൽ ലാഭം കൊയ്യുന്നതിനായിട്ട് ഖനന പ്രവർത്തനങ്ങൾ ചെയ്തും പ്രകൃതിയുടെ സന്തുലിത അവസ്ഥയെ തകർത്തുകൊണ്ട് അവിടുത്തെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിൽ അതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലിറങ്ങുകയും തുടർന്ന് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഒരു വിഭാഗമുള്ള ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകരും മറ്റുമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. ഇതിൽ മറ്റൊരു വിഭാഗം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നാണ്. അപ്പം ഇതിൽ മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളം തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത് പശ്ചിമഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാലും മലയാണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ മലയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലും ഫോറസ്റ്റും ഇവിടെ കാണപ്പെടുന്നു എന്നുമാണ്. മാത്രമല്ല, കേരളത്തിൽ ഏകദേശം 33% വനമാണ് ഉള്ളതെന്നും ഈ വനത്തിൽ വന്യജീവികൾക്ക് സുഖമായി കഴിയാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നുമാണ് ഇത്തരത്തിലുള്ള വിഭാഗം പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യർക്ക് വനത്തിലേക്ക് കടന്നു ചെന്ന് വനവിഭവങ്ങൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും തന്നെ പെർമിഷൻ ഇല്ല. അത്തരത്തിലാണ് നിയമങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഫോറസ്റ്റിലേക്ക് പോകുന്നുമില്ല. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഫോറസ്റ്റിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും നശിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും കൃഷി ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകർ തങ്ങൾ കൃഷി ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ചും ഓരോ സ്ഥലത്തും കടമേടിച്ചു ഇല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം വിറ്റും ഒക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നും ഈ കൃഷി വന്യമൃഗങ്ങളെ ഇത്തരത്തിൽ നശിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നും ആണ് കർഷകർ പറയുന്നത്. മാത്രമല്ല, മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും പ്രത്യേകിച്ചും കടുവ,
പന്നി, ആന തുടങ്ങിയ മൃഗങ്ങൾ ഇത്തരത്തിൽ വന്ന് മനുഷ്യരെയും അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യരെയും കൊല്ലുന്നു എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരെയും കൂടുതൽ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നുമാണ് കർഷകർ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായങ്ങൾ. പിന്നെ ഇവരുടെ രണ്ട് കൂട്ടത്തിലും പെടാത്ത ഒരു വിഭാഗവും നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ പത്തനംതിട്ട തുടങ്ങിയ അത്തരത്തിലുള്ള ഏരിയയിൽ മാത്രമല്ല, നമ്മുടെ അട്ടപ്പാടിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നാളെ ഇതുവരെയായി അട്ടപ്പാടിയിൽ മാത്രം, നമ്മുടെ ഇവിടെ മാത്രം ഏകദേശം 12-ലധികം പേർ ആണ് ആനയുടെ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരെങ്കിലൊക്കെ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് മരണപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ്, അതായത് ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത് എന്നതാണ് കണക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വനാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ട്രൈബ്സിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ വനത്തിനകത്താണ്. അപ്പോൾ അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ട്രൈബ്സ് വനാതിർത്തിയുമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങൾ ട്രൈബ്സിനെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ട്രൈബ്സിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ വനത്തിനകത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ വനത്തിനകത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ വനം എന്താണെന്ന് കൃത്യമായിട്ട് ട്രൈബ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ട്രൈബ്സ് അവിടെയുള്ള വനവിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പ്രത്യേകിച്ചും പഴങ്ങളും മൃഗങ്ങളെ വേട്ടയാടിയൊക്കെയാണ് ട്രൈബ്സ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രൈബ്സിനും മൃഗങ്ങൾക്കും പ്രകൃതിക്കുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ബന്ധം മുറിക്കപ്പെടുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ട്രൈബ്സിന് പോലും അകത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ടുള്ള പല റെസ്ട്രിക്ഷൻസും വന്നത്. അതിനുശേഷമാണ് ട്രൈബ്സിന് കൂടുതലും വനവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാതെയാകുന്നത്. പ്രത്യേകിച്ചും 2006 വനാവകാശ നിയമപ്രകാരമാണ് ട്രൈബ്സിന് പ്രത്യേകിച്ചും ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റൈറ്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവകാശം കിട്ടുന്നത്. എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നിയമപരമായിട്ട് പലതരത്തിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. ഇത്തരത്തിലുള്ള പെർമിഷനുകളും മറ്റും കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ട്രൈബ്സിന് വനത്തിലേക്കകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള റൈറ്റ്സ് അവർക്ക് ലഭ്യമാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്രൈബ്സിന് ഇത്തരത്തിലുള്ള പല റൈറ്റ്സുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം റൈറ്റ്സുകളിൽ പിൽക്കാലത്ത് ചില അമെൻമെന്റ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും ട്രൈബ്സ് പന്നി, മുയൽ, മാൻ തുടങ്ങിയ വന്യമൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള വനവിഭവങ്ങൾ ശേഖരിച്ചും മരങ്ങൾ വെട്ടിയും ഒക്കെ ജീവിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുകയും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ റദ്ദാക്കുകയുമാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് പെരുകി വരികയാണ്. പ്രത്യേകിച്ച് പന്നി, മാൻ, മുയൽ ഇതൊക്കെ ഏറ്റവും കൂടുതലായതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത്. ഇപ്പോൾ ചരിത്രവും പരിണാമപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ജീവി എന്ന നിലയ്ക്ക് നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് ഈ ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചു കാണും ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതായത് ഈ ആഹാര ശൃംഖലയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജീവികൾക്കും ആഹാരമാകേണ്ടവരാണ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പുല്ലെ തിന്നുന്ന ഒരു മുയൽ കാണും, മുയലെ തിന്നാൻ ഒരു ചെന്നായ കാണും, ഇല്ലെങ്കിൽ ഒരു പൂച്ച കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ അതിൻ്റെ മേലെയുള്ള മറ്റു മൃഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സിംഹം ഇല്ലെങ്കിൽ പുലി ചത്തു കഴിഞ്ഞാൽ അതിനെ തിന്നാൻ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഒക്കെ നടന്നു പോകുന്നത്. അത്തരത്തിലാണ് നമുക്കും റൈറ്റ്സ് ഉള്ളത് എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഈ ഭൂമിയിൽ ഓരോ ജീവിയും സർവൈവൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇതിൽ ഒരു കണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റു ജീവികൾക്ക് അല്ലെങ്കിൽ മറ്റു ജീവികളുടെ സർവൈവലിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുന്നില്ല എങ്കിൽ മൃഗങ്ങൾ പെരുകും എന്നുള്ളതാണ്. അപ്പം നമ്മളും ഒരു കാലത്ത് ഇപ്പോൾ പന്നിയെ നമ്മൾ കഴിച്ചിരുന്നു, അപ്പോൾ ഇല്ലെങ്കിൽ മാനിനെ നമ്മൾ കഴിച്ചിരുന്നു. അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് നമുക്ക് അനുവദിക്കപ്പെടുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെല്ലാം കൂടുതലായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മൃഗങ്ങൾ ബാക്കി മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ദാറ്റ് ഈസ് നാച്ചുറൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ അറ്റാക്കിനും അതുപോലെ തന്നെ വന്യമൃഗ ശല്യത്തിനും കാരണമായി തീരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ തന്നെ പരിണാമവും ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ
പറയാൻ കാരണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നോ പ്രോബ്ലം. പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ആന ശല്യം ഇല്ലെങ്കിൽ വന്യമൃഗശല്യം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനുള്ള നടപടി എടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇവിടെ തന്നെ അട്ടപ്പാടി തന്നെ ഒരുപാട് സ്ഥലത്ത് ആനയുടെ ശല്യമുണ്ട്, പ്രത്യേകിച്ചും പട്ടിമാളം, അതുപോലെ തന്നെ ചീരക്കടവ്, പരപ്പന്തറ ഏരിയയിൽ അവിടെ ഉണ്ട്. പിന്നെ ഷോളയൂരിൽ എടുക്കുകയാണെങ്കിൽ വെച്ചപ്പതി, വെള്ളകുളം അങ്ങനെയുള്ള സൈഡിൽ, പിന്നെ ആനക്കട്ടി, ലക്ഷം വീട്, വട്ടലക്കി ഇങ്ങനെയുള്ള ഏരിയയിലെല്ലാം ആന ഉണ്ട്. പിന്നെ നമ്മുടെ പുതിരി പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ മുള്ളി പോലുള്ള ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആന നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആന മാത്രമല്ല, അവിടെയുള്ള കാട്ടുപോത്തുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഏരിയയിലൊക്കെ കൂടുതൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആളുണ്ട്, മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട്, മനുഷ്യനെ സംരക്ഷിക്കാൻ ആളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ്. പിന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എലിയെ കൊന്നാലും കേസുണ്ട്, പശുവിനെ കൊന്നാലും കേസാണ്, പന്നിയെ കൊന്നാലും കേസാണ്, മാനെ കൊന്നാലും കേസാണ്. മനുഷ്യനെ കൊന്നാൽ മനുഷ്യനെ കൊല്ലുന്ന അതൊക്കെ ഉണ്ട്. എന്നാലും മനുഷ്യനെ കൊന്നാൽ പോലും കേസെടുക്കാത്ത ചില സ്ഥലങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞത് അതല്ല, മൃഗങ്ങൾ മനുഷ്യനെ കൊന്നാൽ കേസുണ്ടോ എന്നുള്ളതും നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരു മനോഭാവമാണ് നമുക്കുള്ളത്. അതേസമയത്ത് വല്ല മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മൃഗത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും മനുഷ്യന് കൊടുക്കാത്ത ഒരു കൾച്ചറാണ് നമ്മുടേത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റേണ്ടതാണ്. എന്ന് വെച്ചിട്ട് പ്രകൃതിക്കും മൃഗങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല, അതിനും കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് തരിക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഐ ആം ഓൾവേസ് അവൈലബിൾ ഓൺ social medias like Facebook, Twitter and Instagram. Like that, you can follow me anytime. നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യനാണോ അതോ മൃഗമാണോ കൂടുതലായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.